അപ്പോൾ ഇന്നത്തെ ക്യാമ്പസ് ടൂർ പറഞ്ഞാൽ ആചാര്യ കോളേജ് ആട്ടോ. ഇതാണ് നമ്മളെ പ്ലേസ്മെൻറ്റുകളൊക്കെ ഇരുന്ന് IBM ഇത് ആചാര്യൻ്റെ ജിം കേട്ടോ. ഓഫീസ് കണ്ടോ, പൂള് ഇരുന്ന് ടർഫ് അല്ല സ്റ്റേഡിയം. ഇതാണ് ക്യാമ്പസ്. ഹലോ ഗായ്സ്, അപ്പോൾ ബബിൾ ബാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്യാമ്പസ് ടൂർ പറഞ്ഞാൽ ഇന്ന് ആചാര്യ കോളേജ് ആട്ടോ. ആചാര്യ കോളേജിന് വീഡിയോ അതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് മൈ ക്യാമ്പസ് ടൂർ എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുള്ളത്. നമ്മുടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ പഠിച്ചത് ആചാര്യ കോളേജിലാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ക്യാമ്പസ് ടൂർ ഉള്ള രീതിയിൽ എടുത്തുതരാം. പിന്നെ കുറേ പോർഷൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഇപ്രാവശ്യം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ക്യാമ്പസിൻ്റെ പാർക്കിംഗ് വരുന്നത്. ക്ലാസ് കഴിഞ്ഞ് സ്റ്റുഡൻസ് പോകുന്ന ടൈമാകുന്നു കേട്ടോ. ഞാൻ തന്നെ കാണിച്ചു തരാം. എൻട്രൻസ് ആട്ടോ അത്. എന്താ പറയുക, ID കാർഡ് ഇല്ലാണ്ട് ഉള്ളിലേക്ക് കയറ്റില്ല. ലഞ്ച് ബ്രേക്ക് ആണെന്നു, എല്ലാവരും പുറത്ത് പോവാം. ഓക്കെ, ID കാർഡ് വേണം കേട്ടോ. ID കാർഡ് ഇല്ലാണ്ട് അകത്ത് കയറ്റില്ല. ഒക്കെ അതാ ക്ലാസ് കഴിഞ്ഞ് വരികയാണ്. ഇതിൽ കൂടെ തന്നെ എൻട്രൻസ് എക്സിറ്റ് ഒക്കെ ഉള്ളു, അതുകൊണ്ടാണ് എല്ലാവരും ഇതിലൂടെ വരുന്നത്. ഇതാണ് ഒരു സെക്ഷൻ വന്നത്, AGS എന്ന് പറഞ്ഞാണ്ട് ഉള്ള സെക്ഷനാണിത്. ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ഇതിലാട്ടോ മാനേജ്മെൻറ്റ് കോഴ്സുകളൊക്കെ വരുന്നത്. എന്തായാലും വന്നതല്ല, അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് കുറച്ച്, എൻ്റെ ഡോക്യുമെൻറ്റ്സ് കുറച്ച് എടുക്കാണ്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറിലാണ്, അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ക്യാമ്പസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ക്യാമ്പസ്. ഇത് AGSൻ്റെ ഉൾഭാഗം കേട്ടോ. മാനേജ്മെൻറ്റ് കോഴ്സൊക്കെ അവിടെ വരുന്നത്. ഇത് ലോബി കേട്ടോ. അതാണ് നമ്മളെ ഓഫീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസൊക്കെ വരുന്നതാണ്. പേഴ്സണലി എനിക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കോളേജ് ആട്ടോ ഇത്. എനിക്ക് എന്താ പറയുക, ഞാൻ സെലക്ട് ചെയ്ത, ഞാനിതുപോലെ നിങ്ങളെ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞതാണല്ലോ. ആ ടൈമിൽ ഞാൻ എന്താ പറയുക, സോർട്ട് ഔട്ട് ചെയ്ത് എനിക്ക് പറ്റിയ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഒരു ഗുഡ് ഫെസിലിറ്റീസൊക്കെ തോന്നിയ ഒരു കോളേജാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് ഈ കോളേജ് സജസ്റ്റ് ചെയ്യാം നിങ്ങളെ. ഓക്കെ, കണ്ടാവും ഇനിയും കിട്ടോ കാണിച്ചറിയാ കേട്ടോ. ഒരു ഗേറ്റ്, മെയിൻ ഗേറ്റ് വരുന്നത് ക്യാമ്പസിൻ്റെ ഫസ്റ്റ് ഗേറ്റ്. പിന്നെ നമ്മൾ കയറി നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ. അവിടെ കണ്ടോ, അത് തേർഡ് ഗേറ്റ് കേട്ടോ. തേർഡും ഫോർത്തൊക്കെ അവിടെ ആയിരുന്നത്. ഫസ്റ്റ് സെക്കൻഡൊക്കെ ഇവിടെ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തടുത്ത് ഓരോ ഗേറ്റ് കൊടുത്തേക്കാണ്. അവക്കാഡോൻ്റെ മരം കേട്ടോ ഇത്. അവക്കാഡോ നമ്മളെന്താ പറയുക, ബട്ടർ ഫ്രൂട്ടിൻ്റെ മരം. കാണുന്നുണ്ടോ? കാണുന്നതാ. ഇത് നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് KGFൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന, ഷൂട്ടിങ്ങിലുള്ള ഒരു ബിൽഡിങ്. അത് ഒട്ടുമിക്ക സിനിമ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളറിയാത്ത കന്നഡ ഷൂട്ടിങ്ങാണ് അധികം ഉണ്ടാകുന്നത്. പിന്നെ KGF പിന്നെ വേൾഡ് വൈഡ് ആയതുകൊണ്ട് നമ്മൾ അറിയാം. ഓക്കെ, ഇത് നമ്മൾ പൂൾ സൈഡ് ആട്ടോ. ഇത് വെള്ളം ഇട്ടിട്ടില്ല ഇപ്പോൾ. വെള്ളം എന്താ പറയുക, നല്ലൊരു ഫൗണ്ടെയിനാണിത്. ഓക്കെ, ഇത് സെക്കൻഡ് ഗേറ്റ്. ഇതാണ് നോമ്പും കള്ളന്മാരാട്ടോ. അത് നോമ്പൊന്നുമില്ല ഇവർക്ക്. ഇവിടെ ദോശയും കിട്ടും, നല്ല മസാല ദോശ കിട്ടും. ഇപ്പോൾ നമ്മൾ ഫാം ഡി അല്ലെങ്കിൽ അലൈഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. കാണിച്ചു തരാം. കാംഫുൾ ഏരിയ കേട്ടോ ഇതൊക്കെ. അതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് എന്താ പറയുന്നുണ്ട്. ഇതാണ് ഫാം ഡി ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഫാം ഡി, ബി ഫാം ഒക്കെ ഒരു ക്യാമ്പസിലായിരുന്നേ. ഇതൊക്കെ എല്ലാം കൂടി ഒരു ബിൽഡിങ്ങിൽ ഇട്ടുകാണ്ടേ ഇടങ്ങാറാക്കണമെന്നില്ല. എല്ലാത്തിനും അതിൻ്റേതായ സ്റ്റാഫും അതിൻ്റേതായ ക്യാമ്പസും കോമ്പൗണ്ടൊക്കെയാണ്. ഇതാണ് ആചാര്യൻ്റെ ക്യാൻറ്റീൻ കേട്ടോ. സ്റ്റുഡൻസൊക്കെ ഉണ്ടാവും ഇവിടെ. വെജാട്ടോ അധികം കിട്ടുന്നത്. വെജ് തന്നെ ഉള്ളൂ ഇവിടെ. നോൺ വെജൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോകണം, മനസ്സിലായോ? ഇത് ക്യാമ്പസ് അല്ല, ക്യാൻറ്റീൻ. ഓക്കെ, ലെങ്തി ആയിക്കറിയ വീഡിയോ, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം ക്യാമ്പസൊക്കെ. മെയിനായിട്ട് എനിക്ക് ക്യാമ്പസിനെ കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ, ഒന്നും പറയാനില്ല. എന്താ പറയുക, ഒരു കോളേജ് ലൈഫ്, ആ ഒരു ക്യാമ്പസ് ലൈഫ് എന്നൊക്കെ ഇല്ലേ,
നിങ്ങൾ ഇവിടെ എത്തിയിട്ട് വിളിക്കണം ഫ്രണ്ട്സിനെ, എവിടെ നിങ്ങൾ ക്യാമ്പസിൻ്റെ എവിടെയെന്ന് തപ്പി തരണം, അങ്ങനത്തെ അവസ്ഥയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളെ ലെഫ്റ്റ് സൈഡ് കാണുന്നതേ സ്റ്റേഡിയം ആട്ടോ, നമ്മളെ ആചാര്യൻ്റെ. കാണുന്നുണ്ടോ? ഞാൻ ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ, അത് കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഇവിടെ നിങ്ങൾ കണ്ടോ? ഞാൻ പറ്റണെങ്കിൽ അവിടെ കയറാം. ഇവിടെ ഉണ്ടോ? ഇതാണ് വ്യൂ പോയിന്റ് ആചാര്യൻ്റെ. സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും അവിടെ. വീഡിയോ പർപ്പസ് ഇല്ല എന്ന് പറഞ്ഞു മൂപ്പര് ഫുഡ് കഴിക്കുക. എന്തായാലും നിങ്ങൾ ക്യാമ്പസിനെ ഉണ്ടല്ലോ, സ്റ്റേഡിയം കാണാനൊന്നും ഇല്ല, ഇത് തന്നെയാണ്. ഇതാണ് ക്യാമ്പസിൻ്റെ സ്റ്റേഡിയം. ഓക്കെ, നല്ല ടർഫത്തെ ഇല്ല കേട്ടോ. അവിടെ നമുക്ക് വേറെ ടർഫുണ്ട് ഇവിടെ, ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളെ മെയിൻ ലൈബ്രറി കേട്ടോ. ഇവിടെ നമ്മൾ KGFൻ്റെ ആ ഓഫീസൊക്കെ, ആ ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് ഓഫീസൊക്കെ ഇല്ലേ, ചാനലൊക്കെ ഇതിൻ്റെ അകത്താണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്യാമ്പസ് അടിപൊളി കേട്ടോ. ഇവിടെ ഉണ്ട് ഒരു ചെരിഞ്ഞ ബിൽഡിങ് പോലെ. ഇവിടെ ഇതാട്ടോ, ഇവിടെ പേര് ക്യാമ്പസാണ് വരുന്നത്. ഇത് ഇലക്ട്രോണിക്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷും അതൊക്കെ. ഇതാണ് കേട്ടോ നമ്മളെ പ്ലേസ്മെൻറ്റുകളൊക്കെ വരുന്നത്. IBM, മൈക്രോസോഫ്റ്റ്, മെഡിനി, അതുപോലെ വലിയ വലിയ കമ്പനീസാണെന്നാ തോന്നുന്നു. ഇവിടെ ഉണ്ടോ തേനീച്ച കൂടെ ഉണ്ടോ? പ്രകൃതിയെ സ്നേഹിക്കുന്നൊരു ക്യാമ്പസ് ആട്ടോ ഇത്. ഞാൻ പറഞ്ഞ ലൈബ്രറി, മെയിൻ ലൈബ്രറി കേട്ടോ. കാണുന്നുണ്ടോ? എനിക്ക് വെയിലായിട്ട് സ്ക്രീനൊന്നും കാണുന്നില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിശ്വസിക്കുന്നു. നോമ്പ് നോറ്റ് കണ്ട് വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാ. എൻ്റെ ക്ഷീണം കാണാണ്ട് ഇന്ന് സൈഡ് കഴിക്കാറ് ഞാൻ. ഓക്കെ, ഇത് 4 ആൾക്കാർ നടന്നുകൊണ്ട് കേട്ടോ. ഇത് കോളേജിൻ്റെ തന്നെ ഒരു കോഫി എക്സ്പ്രസ് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാട്ടോ, കഫേയാണ്. സ്റ്റുഡൻസിന് പുറത്തൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല, ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാ സംഭവവും ഉണ്ട്. ഇവിടെ വേറെ സംഭവം ഉണ്ട്, അതിലെ വാജേരാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. വേണ്ട, ഇവിടെ നോക്കിയാൽ തല കുത്തിനെ വായിക്കുക, അവിടെ പോയി വായിച്ചാൽ മതി. ഇതേ പറഞ്ഞില്ല, വേറെ ടർഫ് ഉണ്ട്, ഇത് മിനി ടർഫ്. ഇവിടെ ഇതാണ് ടർഫ്, ഇത് വോളിബോള്, അപ്പുറത്ത് ബാസ്കറ്റ് ബോൾ ഉണ്ട്. ഇത് കഫേ, അതൊരു പരന്ന സ്ഥലം. പിന്നെ ഇതാണ് നമ്മളെ ലൈബ്രറി. ഇവിടെ ID കാർഡൊക്കെ ഉണ്ടെങ്കിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്താ കാണിച്ചു തരാം? ഇനി നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡ് അതൊന്നും കാണിച്ചു തന്നിട്ടില്ല മറ്റേ വീഡിയോയിൽ. ഉണ്ട്, അത്യാവശ്യം സ്റ്റുഡൻസൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് വെറുതെ ഒരു പരന്നെടുക്കുന്ന സ്ഥലം കേട്ടോ. വെറുതെ ഗ്രാസ് കിട്ടുകൊണ്ട് വെറുതെ വന്ന് ഇരിക്കാം സ്റ്റുഡൻസിന്. ഇത് ഷട്ടിൽ കോട്ട്. പിന്നെന്താ പറയുക, കണ്ടോ ഇതിങ്ങനെ ഒരു സ്ഥലം കേട്ടോ. ഭയങ്കര സ്പേഷ്യസ് ആണ് ക്യാമ്പസ്, മനസ്സിലായോ? അതും കുറേ ചപ്പ് ചവറുള്ള ഏരിയ ഒന്നുമല്ല, അടിപൊളി വൃത്തിയിലുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇവിടെ ഒരു കഫേ വരുന്നുണ്ട്, ഓയ കഫേ. ഞാൻ നിങ്ങൾക്ക് പൂള് കാണിച്ചു തരാം. പൂള് താഴോട്ടാ, അത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ മാറുന്നു. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പോയി കണ്ടോളിട്ടാ, ഞാൻ താഴത്താണെങ്കിൽ ലിങ്ക് കൊടുക്കാം. ഇത് ആചാര്യൻ്റെ ജിമ്മ് കേട്ടോ, ഓഫീസ് എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് തന്നെ. കണ്ടോ പൂള് വരുന്നത്, നല്ല സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഇവിടെയൊക്കെ. ഇപ്പോൾ കാണാൻ നോക്കണ്ട, ഇതൊക്കെ അടിപൊളി എൻട്രൻസും കാര്യങ്ങളൊക്കെ കയറി വരിക ആചാര്യ ആയതുകൊണ്ട്. അവിടെ താഴത്ത് ഇനി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പസ്. അവിടെ ഒരു ലേക്ക് ഉണ്ട്. ഇതാണ് നമ്മളെ മറ്റേ ടർഫ് അല്ല സ്റ്റേഡിയം. ഇതാണ് ക്യാമ്പസ് ഓവർവ്യൂ. ഇവിടേക്ക് ഇങ്ങനെ 5th ഗേറ്റൊക്കെ ഉണ്ടോ, അങ്ങനെ കുറേ 128 ഏക്കറുണ്ട്, ചില്ലറ ഏക്കറല്ല. അവിടെയാണ് ഇതിൻ്റെ ഓണറിൻ്റെ ഫാം ഹൗസും കാര്യങ്ങളൊക്കെ വരുന്നത്, കുറച്ച് മാറിക്കാണ്ട്. ഇതാണ് കുതിരല്ലേ ഹോസ്. ടേക്കിംഗ് വീഡിയോ. കുതിരൻ്റെ. ഓക്കെ, കം ടെൽ സംതിങ് about Haballa, about our college. Our college. Tell something. Shall I start? Start. Hey guys, hi. So we are at Acharya today. Our college, we have I fucked up.
അപ്പോൾ നമ്മളപ്പുറം ജയശ്രീയാണ് ഉള്ളത്. ജയശ്രീനെ മീറ്റ് ചെയ്തോളി. അവൾ കോളേജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, കേട്ടോളി കേട്ടോ. ഓക്കെ. How much it is showing? This much. How much you want? This much is enough. Okay. Wait, I'll give up. Okay. I have to. Okay. 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 Very very good. I personally love being at Acharya and enjoying all the fests over here. So the biggest Bangalore fest, that is Acharya Habba, happening this year is about to happen, and I would love everyone to invite and participate and check on our Instagram pages for more updates. Coming to the admissions, we have our admissions in all departments, and we are giving our number and our Instagram page down. Please share and contact us for more admissions. Thank you. Bye പറ. Bye bye guys. അഡ്മിഷൻ തരാൻ പറ. Please come, do visit our campus. Hey, I am telling so much. Okay. എന്തായാലും അവള് പറഞ്ഞ പോലെ തന്നെ No. Admissions is more important in our college. Okay. Yes. Bye bye. പറഞ്ഞത് കൂടി പോയി. കയ്യന്റെ അവൾക്ക് ടേക്ക് എടുത്തിട്ട് മതിയാവണില്ല. ഓക്കെ. ഓട്ടോമാറ്റിക് ഡോറൊക്കെ ആട്ടോ. ഇതാണ് നമ്മുടെ കഫേ വരുന്നത്, ഓയോ കഫേ. കാണിച്ചരേ, കണ്ടോ? മേലെ സിറ്റിംഗ് വരുന്നുണ്ട്, താഴെ വരുന്നുണ്ട്. ഇതാണ് അഡ്മിഷൻ ബ്ലോക്ക് കേട്ടോ. ഈ വൈറ്റ് ബിൽഡിങ് ഇതിലിട്ട് LPA ഒക്കെ കൊടുത്തിട്ടുണ്ട്. 22.9 LPA. മൈക്രോസോഫ്റ്റ്, IBM വരുന്നുണ്ട് പ്ലേസ്മെൻറ്റ്. ഇത് ഓഡിറ്റോറിയം കേട്ടോ, മെയിൻ ഓഡിറ്റോറിയം. ഇവിടെയാണ് ഫംഗ്ഷനും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ നടക്കുക. ഓക്കെ. ഇത് നമ്മളൊരു സർക്കിളാണ് ക്യാമ്പസിൻ്റെ. ഇതൊരു എൻട്രൻസ് ആട്ടോ. മീൻസ് വെറുതെ ഒരു ഡിസൈനൊക്കെ ആയിക്കൊണ്ടുള്ള ഒരു സംഭവം. ഇതൊക്കെ ഏതോ ഡിപ്പാർട്ട്മെൻറ്റാണ്. എല്ലാത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പിൽ അതിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ക്യാമ്പസ് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ. കണ്ടില്ല? ഇതേതോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതേതാ? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജി ഇവിടെ കേട്ടോ. അപ്പം നമ്മൾ വന്ന എൻട്രൻസ് ഇവിടെ തന്നെ എക്സിറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. ഇവിടെ ഇത് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുറ്റത്തൊരു എയറോപ്ലെയിനൊക്കെ ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടോ ക്യാമ്പസ്? ഇതാണ് കേട്ടോ പ്ലെയിനൊക്കെ എടുത്തിട്ടുള്ളത്. ഇതാണ് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. കണ്ടില്ലാറുണ്ടത് വലിയ ക്യാമ്പസ് കേട്ടോ. ഇതാണ് 4th ഗേറ്റ് വരുന്നത്. ഇവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഇവിടെ വരുന്നു, മനസ്സിലായോ? ഇത് കാർ പാർക്കിങ്. 3rd ഗേറ്റാണ് നമ്മൾ വന്നത്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബൈക്ക് പാർക്കിംഗ് വന്നത്. നമ്മൾ ബൈക്കൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് 3rd ഗേറ്റ് കേട്ടോ. പിന്നെ 1st 2nd ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ 5th അവിടെയാണ്, കുറച്ചങ്ങോട്ട് പോകാണ്ട്. ഓക്കെ. പിന്നെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതവിടെ ഒരു പച്ച ഷെയ്ഡിങ്. പിന്നെ അപ്പം ഇനി കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. ക്യാമ്പസ് ടൂർ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക്. പിന്നെ ഞാനൊരു പാരൻസ് കോളേജ് വന്നാൽ എങ്ങനെ കാണുന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നത്. അല്ലാണ്ട് ഇവിടെ മാനേജ്മെൻറ്റിനെ കൊണ്ട് പറയിപ്പിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കണമെന്നില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെന്താ പറയുക, ഇവിടെ ഒരു യൂണിഫോം കോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പ്രൊഫഷൻ അതിനനുസരിച്ചുള്ള കളർ കോഡാണ് കൊടുത്തിട്ടുള്ളത്. മീൻസ് ആ ഒരു പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏവിയേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എയർപോർട്ടിൽ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ എന്താ പറയുക കോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുപോലെ ഫാമിലി ഹോസ്പിറ്റൽ മെഡിക്കലാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന വൈറ്റ് കോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, എന്തായാലും ഞാൻ വീഡിയോ ലെങ്തി ആക്കുന്നില്ല. ഓക്കെ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, വെയിറ്റ്. ഓക്കെ, ബൈ 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 ബൈ.